ഹായ് മകളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ഓണപ്പരീക്ഷ എത്തിയിരിക്കുകയാണ്. ഇനി ആകെ 10 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സ്കൂളുകാർ നടത്തുന്ന പരീക്ഷയാണെങ്കിലും അതിൽ മികച്ച മാർക്ക് നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. സോ പല കുട്ടികളും എന്നോട് പേഴ്സണലി ചോദിക്കുന്ന കാര്യമാണ്, സാറേ ഞങ്ങൾക്ക് വലിയ മാർക്കൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം, ഒരു 18 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അതും അധികം ചോദ്യങ്ങളൊന്നും വേണ്ട, വളരെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് പാസ് മാർക്ക് ഉറപ്പിക്കണം. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ട്? തീർച്ചയായും അതിന് വരുന്നുണ്ട്, അതിനുള്ള വഴിയുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും പാസ് മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നിങ്ങൾ പഠിക്കരുത്. മുഴുവൻ മാർക്കും എന്ന ലക്ഷ്യം നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. അത് സാധിക്കുന്ന ഒന്നാണ്. സോ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രോപ്പർലി ഫോളോ ചെയ്താൽ അത് നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. റൈറ്റ്. ഇനി നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം, ഒരു 18 മാർക്കിന് 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരും ഏത് ചോദ്യങ്ങൾ പഠിക്കുന്നതിന് മുൻപും ഈ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, ഏറ്റവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തയ്യാറല്ലേ? സോ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിനാണ് 5 ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 18 മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ. സോ മക്കളെ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് നമുക്കൊരു ഇക്വേഷൻ നൽകും. ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾക്കിപ്പോൾ വർഷങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 9 ചോദ്യ പേപ്പറുകളിൽ ഈ ചോദ്യം അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ, സാർ അതിനകത്ത് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് ഡയമെൻഷനലി കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുള്ളത്? മക്കൾ, ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ള ഒരു 6 ഇക്വേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 6 എണ്ണമാണ് ഈ പറയുന്ന വർഷങ്ങളിലെല്ലാം പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഈ 6 എണ്ണം ഉറപ്പായും നിങ്ങളെല്ലാവരും പഠിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാനുള്ള ഫോർമുലാസ് ആണ് കാണുന്നത്. ഒന്നാമത്തെ ഐൻസ്റ്റീൻ ഇക്വേഷൻ, അടുത്തത് ½ mv² mgh. ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് തന്നെ കൊടുക്കണേ. ദെൻ ടൈം പീരീഡിൻ്റെ ആണ്, അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ വെലോസിറ്റി, പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇക്വേഷൻ ഉറപ്പിച്ച് നിങ്ങൾ എല്ലാവരും പഠിക്കണം. സോ ഇത് 2 മാർക്കിന് പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം പഠിക്കാൻ തയ്യാറല്ലടാ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട റീസെൻ്റായ എല്ലാ പരീക്ഷാ പേപ്പറുകളിലും ആ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങളെല്ലാവരും പഠിക്കേണ്ടതാണ്. റീസെൻ്റായ ഒരു 5 ചോദ്യ പേപ്പറുകളിൽ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഞാൻ എക്സാമ്പിൾ പറയുന്നില്ല, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ തന്നെ അതുപോലെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയില്ല. മറിച്ച് അതിൻ്റെ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നിന്ന് 2 മാർക്ക് അടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. റൈറ്റ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്വന്തം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. സോ എന്താണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വളരെയധികം ക്യൂരിയസ് ആയിരിക്കും നിങ്ങളെല്ലാവരും. മക്കളെ, അതിൽ നിന്ന് ഉറപ്പായും നമുക്ക് ഗ്രാഫ് ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽസ് ചോദിക്കും. പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് 3 ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ തന്നെയാണ്. ഏതൊക്കെയാണ് ആ 3 ഇക്വേഷൻസ് നോക്കിക്കടാ. b = u + at, s = ut + half at², b² = u² + 2as. ഇതാണ് 3 ഇക്വേഷൻസ്. ഇത് പരീക്ഷയിൽ എങ്ങനെയാണ് ചോദിക്കുക? പരീക്ഷയിൽ ചോദിക്കുന്നത് ഡെഡ്യൂസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടൈം ഗ്രാഫിക്കലി, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം ഗ്രാഫിക്കലി. ആ രീതിയിലൊക്കെയാണ് പരീക്ഷയിൽ ചോദ്യം വരിക. സോ ഈ പറയുന്ന 3 ഇക്വേഷൻസും ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ ചോദ്യങ്ങൾ അറൗണ്ട് അതുപോലെ തന്നെ 9 വർഷത്തെ ചോദ്യ പേപ്പറിലാണ് ഈ ചോദ്യങ്ങൾ കാണുന്നത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്, പഠിച്ചിരിക്കണം. വർഷങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനും നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കും. പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ചോദ്യം സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്. അടുത്ത ചാപ്റ്റർ ഏതായിരിക്കും? നമ്മുടെ സ്വന്തം മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡെറിവേഷൻസ്. അതില്ലാത്ത ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. എല്ലാവർക്കും അറിയാം, ഈ 3 എണ്ണം ഉറപ്പിച്ചു പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു 8 ചോദ്യ പേപ്പറുകളിൽ ഈ ചോദ്യം ഉറപ്പായി കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായും പരീക്ഷകളിൽ ചോദിച്ചതുമാണ്. ഇത് പരീക്ഷയിൽ 3 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ 3 മാർക്കിൻ്റെ കൺഫേം ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന 3 ഡെറിവേഷൻസിൽ ഏതെങ്കിലും ഒന്ന്. റൈറ്റ്. ഇനി അവസാന ചോദ്യത്തിലോട്ട് കിടക്കാം, 5ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഏതായിരിക്കും ചാപ്റ്റർ? നമ്മുടെ സ്വന്തം ലോസ് ഓഫ് മോഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉറപ്പിച്ച ചോദ്യമാണ് ബാങ്കിങ് ഓഫ് റോഡ്. ഈ ചാപ്റ്റർ പല സ്കൂളുകളിലും എടുത്തവർ ഉറപ്പായും ഈ ചോദ്യം പഠിച്ചിട്ടേ നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് പോകാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ പോവാൻ പാടുള്ളൂ മക്കളെ. കാരണം എന്ന് പറഞ്ഞാൽ 9 വർഷത്തെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യമുണ്ട്. അതും അല്ലറ ചില്ലറ മാർക്കിനല്ല, 4 മാർക്കിനാണ് ഈ പറയുന്ന ബാങ്കിങ് ഓഫ് റോഡ് പരീക്ഷയിൽ ചോദിക്കുന്നത്.
ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പഠിക്കേണ്ട ചോദ്യം. സോ സ്കൂളിൽ ഓണപരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ചോദ്യം പഠിക്കുക. കാരണം നമുക്ക് നമ്മുടെ ബോർഡ് എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം ഓരോ സ്റ്റെപ്പുകളും നമുക്ക് മുന്നോട്ട് വെക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ. അപ്പോൾ പലരുടെയും സംശയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉത്തരം ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നായിരിക്കും. ഈ 5 ചോദ്യങ്ങൾ മനസ്സിലാക്കി സാറേ, ഇതിൻ്റെ ആൻസേഴ്സ് ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? മക്കളെ, അതിനും നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. സൈലത്തിൻ്റെ +1 യൂട്യൂബ് ചാനൽ മാത്രം ഫോളോ ചെയ്താൽ മതി. നമ്മുടെ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. സോ അതിനകത്ത് ഈ പ്രധാനപ്പെട്ട 3 ഡെറിവേഷൻസ് ഉണ്ട്. സോ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്തും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഗംഭീരമായിട്ട് വിശദമായി നമ്മൾ എന്തായാലും പറഞ്ഞു വന്നിരിക്കും. നിങ്ങൾ അടിപൊളിയായിട്ട് 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ഫോളോ ചെയ്യുക. മുഴുവൻ മാർക്കും ഉറപ്പിക്കാം. അപ്പോൾ ലൈവിൽ കാണാം.